വായന അന്യമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് പോലും ജൂൺ 19 വായനാ ദിനമാണെന്നും അതെങ്ങനെ വായനാ ദിനമായെന്നും അറിയില്ല. വീണ്ടും ഒരു വായനാ ദിനം കൂടി ഇന്ന് വന്നെത്തിയപ്പോൾ ഒരിക്കൽ കൂടി ഈ ദിവസത്തെ പ്രത്യേകത നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഗ്രന്ഥശാല സംഘവും സാക്ഷരതാജ്ഞാനവും കേരള സമൂഹത്തിൽ സൃഷ്ടിച്ച നവോത്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മലയാളികൾ വായനാ ദിനമായി ആചരിക്കുന്നത്. PN പണിക്കരെ വീണ്ടും ഓർത്തെടുക്കാൻ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഈ വിശേഷണം മാത്രം മതി. നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്നാണ് സുകുമാർ അഴീക്കോടിൻ്റെ വിശേഷണം. അതെ, നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലെത്തിച്ച PN പണിക്കരുടെ ഓർമ്മ ദിനമാണ് വായനാ ദിനം. സനാതനധർമ്മം എന്ന പേരിൽ ആരംഭിച്ച ചെറിയ വായനശാലയായിരുന്നു തുടക്കം. അന്ന് തുറന്ന വായനയുടെ ലോകമാണ് ഇന്ന് കേരളത്തിൽ ആകെ പടർന്നു കിടക്കുന്ന ഗ്രന്ഥശാലകൾക്ക് അടിസ്ഥാനമായത്. 1909 മാർച്ച് 1 ചങ്ങനാശ്ശേരിക്കടുത്തുള്ള നീലംപേരൂരിൽ ആയിരുന്നു പണിക്കരുടെ ജനനം. അച്ഛൻ പുതുവായിൽ നാരായണ പണിക്കർ, അമ്മ ജാനകി അമ്മ. ചെറുപ്പത്തിലെ വായനയ്ക്കായി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഊണും ഉറക്കവും ഒഴിഞ്ഞ് വായിച്ചു വളർന്ന അദ്ദേഹം വീടുകൾ തോറും കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് വായനശാല ഉണ്ടാക്കുമ്പോൾ വയസ്സ് 17 തികയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് പിന്നീട് സനാതനധർമ്മ വായനശാലയായി പ്രസിദ്ധമായത്. വായനശാലയ്ക്ക് തുടക്കമെന്ന് പറഞ്ഞാൽ ഹയർ പാസ്സായതിനു ശേഷം നീലംപേരൂരിലെ തന്നെ മിഡിൽ സ്കൂളിൽ അധ്യാപകനായി. 1945 47 ഗ്രന്ഥശാലകളുടെ പ്രവർത്തക സമ്മേളനവും അദ്ദേഹം വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം 1947 രൂപീകൃതമായ തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘമാണ് 1957 കേരള ഗ്രന്ഥശാല സംഘമായത്. ഇതിനിടെ സർക്കാരിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങി പണിക്കർ മുഴുവൻ സമയ ഗ്രന്ഥശാല പ്രവർത്തകനായി. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നീ മുദ്രാവാക്യങ്ങളുമായി 1972 ഗ്രന്ഥശാല സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട സാംസ്കാരിക ജാഥയുടെ മുൻനിരയിലും അദ്ദേഹമുണ്ടായിരുന്നു. 32 വർഷക്കാലം ഗ്രന്ഥശാല സംഘത്തിന്റെ സെക്രട്ടറിയായി PN പണിക്കർ പ്രവർത്തിച്ചു. സർക്കാർ ഇത് ഏറ്റെടുത്തതോടെയാണ് PN പണിക്കർ ഈ സ്ഥാനത്ത് നിന്ന് മാറുന്നത്. അധികാര കളികളിൽ മനം മടുത്തായിരുന്നു പിന്മാറ്റം. സെക്രട്ടേറിയറ്റിലും മറ്റും നിരന്തരം കയറിയിറങ്ങിയാണ് അദ്ദേഹം ഇതിന് ഗ്രാൻഡ് അടക്കമുള്ളവ സംഘടിപ്പിച്ചത്. 1977 കേരള ഗ്രന്ഥശാല സംഘം സെക്രട്ടറി സ്ഥാനത്തു നിന്നും അതിൻ്റെ മുഖപത്രമായ ഗ്രന്ഥലോകത്തിൻ്റെ പത്രാധിപ സ്ഥാനത്തു നിന്നും അദ്ദേഹം വിരമിച്ചു. കേരള പബ്ലിക് ലൈബ്രറി ആക്ട് നിലവിൽ വന്നതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായാണ്. പിന്നീട് സാക്ഷരതാജ്ഞാനത്തിന് പിന്നാലെയായിരുന്നു അദ്ദേഹം. 1995 ജൂൺ 19 PN പണിക്കർ അന്തരിച്ചു. കേരള സർക്കാർ 1996 മുതലാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. വായനയുടെ ആചാര്യന് ലഭിച്ച മരണാനന്തര ബഹുമതിയായി വേണം ഇത് കണക്കാക്കാൻ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് മരണം വരെ ഉരുവിട്ട PN പണിക്കർ എന്ന മഹാനായ മനുഷ്യന് ഇതിലും വലിയ മറ്റൊരു അംഗീകാരവും നൽകാനില്ല. വളർന്നു വരുന്ന പുതുതലമുറ അക്ഷരലോകത്തു നിന്നും അകന്നു നിൽക്കുമ്പോൾ PN പണിക്കരെ പോലെയുള്ള ഒരാൾ അക്ഷരത്തെ അടക്കിപ്പിടിച്ച് ജീവിച്ചിരുന്നുവെന്ന് ഓർമ്മിക്കുക. എല്ലാവർക്കും വായനാ ദിനാശംസകൾ നേരുന്നു.